Dear students, today we are going to discuss about a new type of testing of hypothesis. That is, testing of hypothesis using one sample runs test. All of you know it is very difficult to decide whether samples used for studies are random samples or not. So, for testing randomness of samples, statisticians have developed a new theory that is called theory of runs. നമുക്കറിയാം എല്ലാ സ്റ്റഡീസിലും സാമ്പിൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റഡീസ് നടത്തുന്നത്. ആ സാമ്പിൾ പൂർണ്ണമായിട്ടും പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ ആയിരിക്കണം. And for the representation of the population, the sample must be selected randomly. നമുക്കറിയാം റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. പോപ്പുലേഷൻ്റെ ട്രൂ റെപ്രസെൻറ്റേഷൻ ആകണമെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. എന്നാൽ ഈ സാമ്പിൾ പലപ്പോഴും റാൻഡം സാമ്പിൾ തന്നെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് ഡെവലപ്പ് ചെയ്തൊരു തിയറിയാണ് തിയറി ഓഫ് റൺസ് ടെസ്റ്റ്. ആ റൺസ് ടെസ്റ്റ് ഉപയോഗിച്ച് ഒരു സാമ്പിളിൻ്റെ റാൻഡംനെസ് ചെക്ക് ചെയ്യുകയാണ് നമ്മളിവിടെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിലൂടെ ചെയ്യുന്നത്. ഓക്കെ, വാൾഡ് വോൾഫോവിറ്റ്സ് വാസ് ദി ചീഫ് എക്സ്പോണൻ്റ് ഓഫ് ദി തിയറി ഓഫ് റൺസ് ടെസ്റ്റ്. വാൾഡ് വോൾഫോവിറ്റ്സ് എന്ന സ്റ്റാറ്റിസ്റ്റിഷ്യനാണ് ഇതിൻ്റെ ഒരു ചീഫ് എക്സ്പോണൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ദിസ് വൺ സാമ്പിൾ റൺസ് ടെസ്റ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. Here for testing of hypothesis or for testing the randomness of sample, we have to compute their run compute ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിളിൻ്റെ റാൻഡംനെസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റൺ എന്ന് പറഞ്ഞാൽ? എ റൺ ഈസ് എ സക്സഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ഐറ്റംസ് ഇൻ എ സാമ്പിൾ. ഒരു സാമ്പിളിലുള്ള ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള സക്സഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ഐറ്റംസ്, ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരേ രീതിയിലുള്ള ഐറ്റത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ആ ഒരു കൂട്ടത്തെ നമുക്ക് ഒരു റൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 30 സ്റ്റുഡൻസ് and first student selected is a boy, then girl, then boy, girl, boy, girl, boy, girl, boy, girl, boy, girl, boy, girl, boy, boy, girl. ഇങ്ങനെയാണ് 30 സ്റ്റുഡൻസിനെ സാമ്പിളിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സെലക്ഷൻ 30 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തത് റാൻഡം സെലക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സാമ്പിളിൻ്റെ റാൻഡംനെസ് ചെക്ക് ചെയ്യുന്നത് റൺസ് തിയറി ഉപയോഗിച്ചാണ് റൺസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൺ എന്താണെന്നാണ് ഞാനിവിടെ പറയുന്നത്. നോക്കൂ, ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഒരു ഐറ്റം ബോയ് ആണ്. ഓക്കെ, ആ ബോയ് എന്ന് പറയുന്ന ഒരൊറ്റൊരു ഗ്രൂപ്പേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരൊറ്റയുള്ള ഐഡൻറ്റിക്കലായിട്ടുള്ള ഐറ്റത്തിൻ്റെ ആ സക്സഷൻ എന്ന് പറയുന്നത്, തുടർച്ച എന്ന് പറയുന്നത് ഈ ഒരൊറ്റയാളേ ഉള്ളൂ. പിന്നീട് ഐഡൻറ്റിക്കലായിട്ടുള്ളതല്ല, അതായത് പിന്നെ ഗേളാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പായിട്ട് ഒറ്റൊരു ഐറ്റമുള്ള ഒന്നായി മാറ്റുന്നു. ഇത് ഒരു റണ്ണാണ്. തൊട്ട് പിന്നെ എന്താ വരുന്നത്? ഗേള് തുടർച്ചയായിട്ട് വരുന്ന ഈ 2 വരുന്നുണ്ട്. ഇത് ഗേൾ മറ്റൊരു റണ്ണാണ്. പിന്നീട് ഒരു 3 ബോയ്സാണ് വരുന്നത്. ഇത് ഒരു റണ്ണാണ്. പിന്നെ ഒരൊറ്റ ഗേളാണ് വരുന്നത്. പിന്നെ ഒരു ബി ആണ്. പിന്നെ ഒരു ജി ആണ്. പിന്നെ ഒരു ബി ആണ്. പിന്നെ 2 ജി. ഇങ്ങനെ ഐഡൻറ്റിക്കൽ നേച്ചറോടുകൂടി ഐഡൻറ്റിക്കലായിട്ടുള്ള ഐറ്റത്തിൻ്റെ സക്സഷൻ തുടർച്ചയായിട്ട് വരുമ്പോൾ ആ തുടർച്ചയായിട്ട് വരുന്ന ഐഡൻറ്റിക്കൽ ഐറ്റങ്ങളെ നമ്മളൊരു റണ്ണാണെന്ന് പറയും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഓരോ ഹൈഫണിന് മുൻപും പിറകിലും ഹൈഫണിന് ശേഷവും അതിന് മുൻപുമുള്ള ആ ഒരു ഗ്രൂപ്പിൽ ഒന്നുകിൽ ജി തന്നെ അല്ലെങ്കിൽ ബി തന്നെയാണെന്ന് മനസ്സിലാവും. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇവിടെ 18 റൺസ് ആണുള്ളത് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതെന്താണ്? ഐഡൻറ്റിക്കൽ ഐറ്റം ഈസ് എ സക്സഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ഐറ്റം. ഇത് ഒരു റണ്ണാണ്, ഇതും ഒരു റണ്ണാണ്. ഇവിടെ ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ. ഇതും ഒരു റണ്ണാണ്, ഇതും ഒരു റണ്ണാണ്, ഇതും ഒരു റണ്ണാണ്. മനസ്സിലായല്ലോ? അപ്പോൾ റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ഐറ്റംസ് ഇൻ എ സാമ്പിൾ എന്നാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. H0 there is randomness in sample എന്നാണ് സെറ്റ് ചെയ്യുന്നത്. there is randomness. randomness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റാൻഡം സാമ്പിളിംഗ് ആണ് നടത്തിയിരിക്കുന്നത്, അല്ലേ? റാൻഡം സാമ്പിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം സ്വാഭാവികമായിട്ടും അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള സാമ്പിളും പോപ്പുലേഷനും തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ലയെന്ന്. ഇപ്പോൾ H0 നമ്മൾ there is no difference എന്നാണ് പറയാറ്. അപ്പോൾ there is no difference എന്ന് പറയണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ റാൻഡം സാമ്പിൾ ആയിരിക്കണം. അപ്പോൾ പോപ്പുലേഷനും സാമ്പിളും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ H0 സെറ്റ് ചെയ്യുക എങ്ങനെയാണ്? there is randomness in sample. H1 there is no randomness. there is no randomness എന്ന് പറഞ്ഞാൽ there is significant difference എന്നാണ് അർത്ഥം. ഓക്കെ. ഇവിടെ വാട്ട് ഈസ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അപ്ലിക്കബിൾ in this type of testing of hypothesis? the test statistic applicable here is z-test. z-test ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ടെസ്റ്റിംഗ് പ്രൊസീജിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റപ്പ് ഹൈപ്പോത്തിസിസ്. ഞാൻ സൂചിപ്പിച്ചു H0 എന്താ? there is randomness. that means there is no difference between population and sample. H1 there is no randomness. that means there is difference between population, there is significant difference between population and sample. Decide the second step, decide the test statistic. Here it is z-test. Then apply the formula of test statistic. Z കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡിഫറൻസ് d ഡിവൈഡഡ് ബൈ SE എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്, ശരിയല്ലേ? ഡിഫറൻസ് ഡിവൈഡഡ് ബൈ SE. ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ R ആൻഡ് മ്യൂ, ഡിഫറൻസ് ബിറ്റ്വീൻ R ആൻഡ് മ്യൂ എന്നും, ഡിവൈഡഡ് ബൈ SE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ സിഗ്മയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ Z ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ R ആൻഡ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഇനി R എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റൺസ് എന്നാണ്. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റൺസ്. നേരത്തെ എക്സാമ്പിളിൽ നോക്കൂ, നമ്മളിവിടെ 30 സ്റ്റുഡൻസിൻ്റെ എത്ര റൺസാണുള്ളത്? കണ്ടിന്യൂസ് സക്സഷൻ അല്ലെങ്കിൽ സക്സഷൻ ഓഫ് ഐഡൻറ്റിക്കൽ ഐറ്റംസ് എന്ന് പറയുന്നത് 18 വന്നിരുന്നു. അപ്പോൾ 18 നമ്പർ ഓഫ് റൺസ് 18 ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റൺസ് ആണ്. ഓക്കെ. ഇനി റൺസും ആറും മ്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? മീൻ എന്നർത്ഥം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? മ്യൂ ഈസ് ഈക്വൽ ടു n1 n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് 1. ദിസ് ഈസ് ദി ഫോർമുല ഫോർ കമ്പ്യൂട്ടിങ് മ്യൂ. അപ്പോൾ ഇവിടെ n1 n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? n1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫസ്റ്റ് ഐറ്റം ഇൻ ഓൾ ദി റൺസ് ടുഗദർ. n1 എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ എക്സാമ്പിളിൽ നോക്കിയാൽ ഇതാ n1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം വരുന്ന ബി ആണല്ലോ. മൊത്തം എത്ര ബി ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 ബി ആണുള്ളത്. അപ്പോൾ n1 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് 14 ആയിരിക്കും ഉണ്ടാകുക. അതാണ് n2 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആദ്യമായിട്ട് നമ്മൾ വരുന്ന ആ അറേഞ്ച്മെൻറ്റിൽ ആദ്യം വരുന്ന ഐറ്റങ്ങളുടെ ആ ഒരു സക്സഷൻ, ഐഡൻറ്റിക്കൽ ഐറ്റത്തിൻ്റെ സക്സഷൻ. ഓക്കെ. അതാണല്ലോ റൺ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് റണ്ണിലുള്ള ആ ഐറ്റം ഏതാണോ അത് മൊത്തം ആ റൺസിൽ എത്രയുണ്ട് അതിനെയാണ് n1. രണ്ടാമത്തെ ഐറ്റത്തെയാണ് n2 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 2n1 n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് 1. പ്ലസ് 1 എന്നുള്ളത് ഇത് ഇവിടെയാണ് ഇതിൻ്റെ തുടർച്ച. n1 പ്ലസ് n2 പ്ലസ് 1 അല്ല, 2n1 n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് 1 എന്നുള്ളത് ഇവിടെയാണ്. ഓക്കെ. ഇനി അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ R ആൻഡ് മ്യൂ നമുക്ക് കണ്ടുപിടിക്കാം.
പിന്നെ SE എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എറർ, ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2n1n2 ഇൻറ്റു 2n1n2 മൈനസ് n1 മൈനസ് n2 ഹോൾ ഡിവൈഡഡ് ബൈ n1 plus n2 whole square into n1 plus n2 minus 1. Okay, this is the formula for computing standard deviation. ഒരിക്കൽ കൂടെ square root of 2n1 n2 into 2n1 n2 minus n1 minus n2 whole divided by n1 plus n2 whole square into n1 plus n2 minus 1. ഓക്കെ, അപ്പോൾ n1 n2 എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് സിഗ്മയും കിട്ടി. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സെഡിൻ്റെ വാല്യൂ, അതായത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കിട്ടി, കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയെന്നാണ്. ദെൻ സ്പെസിഫൈ ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 5% ആണ്, നിങ്ങൾക്കറിയാം. ഫിക്സ് ദി ഡിഗ്രി ഓഫ് ഫ്രീഡം. ഹിയർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റി. ടേക്ക് ഇൻഫിനിറ്റി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ദെൻ ലൊക്കേറ്റ് ദി ടേബിൾ വാല്യൂ ഓഫ് സെഡ്. സെഡിൻ്റെ ടേബിൾ വാല്യൂ നോക്കുക. Compare the calculated value with the table value and decide whether to accept or reject the null hypothesis. Okay, this is the testing procedure in case of one sample sign test. Okay, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Test the randomness of a sample of men and women arranged in the following order. ഒരു ആണുങ്ങളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉൾക്കൊള്ളുന്ന ഒരു സാമ്പിളാണ്. അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എം ഡബ്ല്യു എം ഡബ്ല്യു എം 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 ഡബ്ല്യു എം ഡബ്ല്യു എം, അങ്ങനെ അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ സെലക്ഷൻ, ഇങ്ങനെ ഈ സാമ്പിൾ സെലക്ട് ചെയ്തിരിക്കുന്നത് റാൻഡം സാമ്പിളാണോ? റാൻഡംനെസ് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ദി റാൻഡംനെസ്. ഓക്കെ, അപ്പം തന്നെ ഓർമ്മ വരണം, ഇത് വൺ സാമ്പിൾ സൈൻ ടെസ്റ്റ് ആണ്. അപ്പോൾ H0 സെറ്റ് ചെയ്തോ, ദർ ഈസ് റാൻഡംനെസ്. H1 ദർ ഈസ് നോ റാൻഡംനെസ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് Z ആൻഡ് ദി ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് Z ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ R ആൻഡ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഓക്കെ, R മൈനസ് മ്യൂ ഓൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്പർ ഓഫ് റൺസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമല്ലോ. ഇത് സെഡിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ R വേണം, മ്യൂ വേണം, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അപ്പോൾ R കണ്ടുപിടിക്കുകയാണ്. നമ്പർ ഓഫ് റൺസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും നോക്കൂ. ഇവിടെ ആദ്യത്തെ ഐറ്റം എം, അത് ഒറ്റയ്ക്ക്, അത് മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്ന തുടർച്ചയായിട്ട് വരുന്ന എം അല്ല. അപ്പോൾ ഐഡൻറ്റിക്കൽ നമ്പറുടെ സക്സഷനാണ് ഒരു റൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ. പിന്നീട് W ആണ്, പിന്നീട് എം ആണ്, പിന്നീട് W, പിന്നീട് 3 എം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തം റൺ ഇത് കൗണ്ട് ചെയ്താൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 ആണ് റണ്ണ് വരുന്നത്. 27 റൺസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട മ്യൂ അല്ലേ? മ്യൂ കണ്ടുപിടിക്കണേ നമുക്ക് n1ഉം n2ഉം അറിയണം, വേണമല്ലോ. അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റണ്ണ് എം ആണ്. മൊത്തം എത്ര എം ഉണ്ട്? അതാണ് n1. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 30 എം ആണുള്ളത്. അതായത് n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ്. നോക്കൂ, മ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n1n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് എംസ് എന്ന് പറയുന്നത് n1 എന്ന് പറയുന്നത് 30 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് W, നമ്മൾ എം കൗണ്ട് ചെയ്ത പോലെ W ടോട്ടൽ കൗണ്ട് ചെയ്താൽ 18 വരും. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 30 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 18 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1080 ഡിവൈഡഡ് ബൈ 48 പ്ലസ് 1 കിട്ടും. 23.5 ആണ് മ്യൂ. അതേപോലെ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 2n1n2 ഇൻറ്റു 2n1n2 മൈനസ് n1 മൈനസ് n2 ഹോൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ ഇൻറ്റു n1 പ്ലസ് n2 മൈനസ് 1.
അപ്പോൾ ആ വാല്യൂ n1 n2 മാത്രമേ ഉള്ളൂ. n1 n2 യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.21. അപ്പോൾ നമുക്ക് റൺസ് കിട്ടി, R കിട്ടി, മ്യൂ കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടി. ഈ മൂന്ന് വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് Z ഈക്വൽ ടു എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ R ആൻഡ് മ്യൂ. R 27 ആണ്, മ്യൂ 23.5 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.25. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1.09 കിട്ടും. Okay, and the table value of Z at 5% level of significance and infinity degrees of freedom is equal to 1.96 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂ 1.96, കാൽക്കുലേറ്റഡ് വാല്യൂ 1.09. അപ്പോൾ here the calculated value is less than the table value, so H0 is accepted. Okay, means the arrangement of objects is made at random. അപ്പോൾ ഇവിടെയുള്ള സാമ്പിൾ റാൻഡം സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? യെസ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എ ബസ് ഡ്രൈവർ ബൈസ് പെട്രോൾ എയ്തർ അറ്റ് എ ടെക്സാക്കോ സ്റ്റേഷൻ, അത് ടി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു, ഓർ അറ്റ് എ മൊബിൽ സ്റ്റേഷൻ എം, and the following arrangement shows the order of the station from which the driver bought petrol over a certain period of time. ഇപ്പോൾ ഇവിടെ ഈ ഓർഡറിലാണ്. ഇത് ടി എന്ന് പറഞ്ഞ ടെക്സാക്കോ സ്റ്റേഷൻ, എം എന്ന് പറഞ്ഞ മൊബിൽ സ്റ്റേഷനാണ്. ഈ ടെക്സാക്കോയിൽ നിന്നും മൊബിലിൽ നിന്നും വാങ്ങിയിട്ടുള്ള പെട്രോളുകൾ വാങ്ങിച്ചതിൻ്റെ ഓർഡറാണ്. ഏത് സ്റ്റേഷനാണ്? ടെസ്റ്റ് ഫോർ റാൻഡംനെസ് അറ്റ് 5%, 0.05 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. H0 there is randomness, H1 there is no randomness. Z ആണ്, Z ഈക്വൽ ടു R മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. R മ്യൂ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ മൂന്നെണ്ണം കണ്ടുപിടിക്കേണ്ടതുണ്ട്. റൺസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. റൺസ് നോക്കൂ, 1 2 3 4 5 6 7 8 അങ്ങനെ കൗണ്ട് ചെയ്താൽ റൺസ് 30 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മ്യൂ കണ്ടുപിടിക്കണം. മ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n1 n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് 1 ആണ്. ഇപ്പോൾ n1 കണ്ടുപിടിച്ച് കഴിഞ്ഞ് n1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റണ്ണിൽ വരുന്നത് ടിയുടേതാണ്. അങ്ങനെ മൊത്തം ടി നോക്കിക്കഴിഞ്ഞാൽ എത്രയാണോ വരുന്നത് അതാ n1. മൊത്തം ടി ടോട്ടൽ നമ്പർ ഓഫ് ടീസ് 24 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് എമ്മും 24 ആണ്. അപ്പോൾ n1ഉം n2ഉം 24 ആണ്. അപ്പം therefore മ്യൂ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 24 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 24 പ്ലസ് 24 പ്ലസ് 1. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1152 ഡിവൈഡഡ് ബൈ 48 പ്ലസ് 1 is equal to 24 plus 1 is equal to 25. അപ്പോൾ മ്യൂ 25 എന്ന് കിട്ടും. നേരത്തെ നമുക്ക് 6 റൺസ് 30 ആണ് കിട്ടിയത്, മ്യൂ കിട്ടിയിരിക്കുന്നത് 25 ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. ആ ഫോർമുലയിൽ n1 n2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.427 എന്ന്. അപ്പോൾ റൺസ് അറിയാം, മ്യൂ അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ദി ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് Z. അപ്പോൾ എന്താ വരിക? 30 മൈനസ് 25 ഡിവൈഡഡ് ബൈ 3.427 ഈസ് ഈക്വൽ ടു 1.459 എന്ന് വരും. ക്ലിയർ? ടേബിൾ വാല്യൂ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇൻഫിനിറ്റി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1.96 ആണ്. ഇവിടെയും എന്താണ്? കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ, സോ H0 ഈസ് ആക്സെപ്റ്റഡ്. ഓക്കെ, മീൻസ് ദി സാമ്പിൾ ഈസ് സെലക്റ്റഡ് റാൻഡംലി സെലക്ട് ചെയ്തിരിക്കുന്ന സാമ്പിൾ റാൻഡംനെസ് ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ റാൻഡംനെസ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സാമ്പിളിൻ്റെ റാൻഡംനെസ് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വൺ സാമ്പിൾ സൈൻ റൺസ് ടെസ്റ്റ് ഉപയോഗിച്ച്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വൺ സാമ്പിൾ റൺസ് ടെസ്റ്റ് തന്നെ ആണ് ഇവിടെയും. എന്താണെന്ന് നോക്കാം. ദി ഫോളോയിങ് ആർ ദി സ്പീഡ്സ് at which every fifth passenger car was timed at a certain checkpoint. ഒരു ചെക്ക് പോയിന്റിൽ ഓരോ ഫിഫ്ത്ത് പാസഞ്ചർ കാറിൻ്റെയും ആ സ്പീഡ് എന്താണെന്ന് ചെക്ക് പോയിന്റിൽ ചെക്ക് ചെയ്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 46, 58, 60, 56, 70, 66 എന്നിങ്ങനെയൊക്കെയാണ് ഇത്. അപ്പോൾ ഇതിൽ ഓരോ വാല്യൂവും വ്യത്യസ്തമാണെന്ന് കാണാം. നമുക്ക് നേരത്തെ
റൺസ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വൺ സാമ്പിൾ റൺസ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റാൻഡംനെസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു രണ്ട് തരത്തിലുള്ള സാമ്പിളായിരുന്നു, അല്ലെങ്കിൽ ആ ഐഡൻറ്റിക്കലായിട്ടുള്ള രണ്ട് സാമ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലാണെങ്കിൽ MW എന്ന് കണ്ടു, അതുപോലെ ടെക്സാക്കോ, മൊബിൽ എന്നിങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് സാമ്പിൾ. ഇവിടെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് കാണാം. വളരെ റെയറായിട്ട് ചില ഐറ്റംസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടും കാണാം. അപ്പം നമ്മളിവിടെ രണ്ടായിട്ട് ഇവയെ മാറ്റണം. എങ്ങനെയാണ് രണ്ടായിട്ട് മാറ്റുക? റാൻഡംനെസ് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് ടെസ്റ്റ് ചെയ്യുക? അപ്പോൾ ഹിയർ അറ്റ് ഫസ്റ്റ് വി ഹാവ് ടു ക്ലാസിഫൈ ദി ഗിവൺ വാല്യൂസ് ഇൻ ടു ടൈപ്സ്. രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ ഈ വാല്യൂസിനെ ക്ലാസിഫൈ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? നമ്മൾ ചെയ്യുന്ന രീതി എന്താണെന്ന് പറഞ്ഞാൽ ഈ മൊത്തം വാല്യൂസിൻ്റെ മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കുക. മീഡിയൻ വാല്യൂവിന് തൊട്ട് താഴെ വരുന്ന വാല്യൂസ് ഒരു പ്രത്യേക കാറ്റഗറിയും, മീഡിയൻ വാല്യൂവിന് മുകളിൽ വരുന്ന അതിനേക്കാളും കൂടുതലായിട്ട് വരുന്ന മറ്റൊരു കാറ്റഗറിയും, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം ഈ വാല്യൂസിനെ. ഓക്കെ, എന്നിട്ട് നമുക്ക് മീഡിയൻ വാല്യൂ അതിനേക്കാളും കൂടുതലായിട്ടോ കുറവായിട്ടോ വരുന്ന ഒന്നിന് A എന്ന് കൊടുക്കുക, അടുത്തതിന് B എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എയും ബിയും രണ്ട് ടൈപ്പ് സാമ്പിളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ മീഡിയൻ വാല്യൂ തന്നെയാണ് ഒരു പർട്ടിക്കുലർ വാല്യൂ മീഡിയൻ വാല്യൂവിൻ്റെ അതേ വാല്യൂ തന്നെ വരികയാണെങ്കിൽ അതിന് നമ്മൾ ഈ സൈനൊന്നും കൊടുക്കേണ്ടതില്ല, അത് നമ്മൾ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കൂ, ദിസ് ഈസ് ഡൺ ബൈ ക്ലാസിഫൈയിങ് ദം ആസ് എബോവ് ആൻഡ് ബിലോ ദി മീഡിയൻ വാല്യൂ. മീഡിയൻ വാല്യൂവിന് മുകളിൽ മീഡിയൻ വാല്യൂവിന് താഴെയുമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് വേണ്ടത് ഇങ്ങനെ വരുമ്പോൾ. So first find the median value of the given values and then assign the letter A to the values greater than the median value and assign letter B to the values less than the median value. Median വാല്യൂവിനേക്കാളും കൂടുതലുള്ളതിന് എയും കുറവുള്ളതിന് ബിയും കൊടുക്കുക. സെയിം വാല്യൂ മീഡിയൻ വാല്യൂവിൻ്റെ അതേ വാല്യൂ വരികയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക, സൈനൊന്നും കൊടുക്കേണ്ട, അത് അവഗണിച്ചേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ വാല്യൂസിൻ്റെ ഒക്കെ മീഡിയൻ വാല്യൂ കിട്ടണം. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് വി ഹാവ് ടു അറേഞ്ച് ഓൾ ദി ഐറ്റംസ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഞാനിവിടെ അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തം വാല്യൂവിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ഐറ്റമാണ്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ മീഡിയൻ കാണാനുള്ള ഫോർമുല ഇങ്ങനെയായിരുന്നു, n+1/2th ഐറ്റം, അത്രാമത്തെ ഐറ്റമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 50 ഐറ്റംസ് ആണ്, എണ്ണി നോക്കിയാൽ 50 കാണും. 50 + 1/2 51/2 25.5th ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25th ഐറ്റം + 26th ഐറ്റം ഡിവൈഡഡ് ബൈ 2. 25th ഐറ്റവും 26th ഐറ്റവും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 59ഉം 60ആണ് വരിക. 59 + 60/2 ഈസ് ഈക്വൽ ടു 59.5 ആണ് മീഡിയൻ വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ മീഡിയൻ വാല്യൂവിൻ്റെ മുകളിലുള്ളതിന് വാല്യൂസിനൊക്കെ A കൊടുക്കുക, അതിന് ശേഷമുള്ളതിനൊക്കെ B കൊടുക്കുക. ആ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇതിലല്ല കൊടുക്കേണ്ടത്, ഇത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത തന്നിട്ടുള്ള ഒറിജിനൽ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ ആ ഏത് ഓർഡറിലാണോ ഉള്ളത് അതാണ് നോക്കേണ്ടത്. അത് നോക്കി എയും ബി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് ഐറ്റം 46 ആണ്. 46 എന്ന് പറഞ്ഞാൽ 59.5ൽ കുറവുള്ളത് കൊണ്ട് അതിന് ബി കൊടുക്കുക. 58ഉം 59.5ൽ കുറവാണ്, അപ്പോൾ ബി കൊടുക്കുക. ബി ഇത് കൂടുതലാണ്, 59.5ൽ കൂടുതലാണ് 60, അപ്പോൾ എ കൊടുക്കുക. അങ്ങനെ നമ്മൾ എയും ബി ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് നോക്കൂ. ബി എ ബി എ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് റണ്ണിൻ്റെ നമ്പർ ഓഫ് റൺസ് കണ്ടുപിടിക്കാം. റൺ 20 ആണ്. അപ്പോൾ അതിൽ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഐറ്റം, അത് N1 എന്ന് പറയുന്നത് 25 ആണ്. അതുപോലെ നമ്പർ ഓഫ് എസ് എന്ന് പറയുന്നത് 25 തന്നെയാണ് 50ൽ. ഓക്കെ, അപ്പോൾ 6 കിട്ടി. N1ഉം N2ഉം അറിയാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എളുപ്പത്തിൽ മ്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ H0 H1 സെറ്റ് ചെയ്തു. 620 ആണ്. മ്യൂ കണ്ടുപിടിക്കാം. മ്യൂ കണ്ടുപിടിച്ചാൽ 25 കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. അത് 3.499 കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ 1.43 കിട്ടും.
ടേബിൾ വാല്യൂ 1.96 ആണ് വരിക. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ, സോ H0 ഈസ് accepted. So we may conclude that there is a randomness in the arrangement of sample observations. Okay. അപ്പോൾ ഈ അവസാനത്തെ ഈ ക്വസ്റ്റ്യനും നന്നായിട്ട് മനസ്സിലാക്കുക. അത് രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന മീഡിയൻ വാല്യൂ കണ്ടിട്ട് മീഡിയൻ വാല്യൂവിൻ്റെ എബോവ് ആൻഡ് ബിലോ ആയിട്ടുള്ളതായിട്ട് രണ്ടായിട്ട് എ ബി എന്നീ മാർക്ക് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ റാൻഡംനെസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ വൺ സാമ്പിൾ റൺസ് ടെസ്റ്റ് വാൾഡ് വോൾഫോവിറ്റ്സിൻ്റെതാണ്. വാൾഡ് വോൾഫോവിറ്റ്സ് റൺസ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക ഇതിന്. ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ വൺ സാമ്പിൾ റൺസ് ടെസ്റ്റ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.